ദിവസം ചാച്ചയുടെ കൊച്ചിയിലെ ഗാർഡനിലെത്തിയ ഞാൻ കണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിലെ 3 പേരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവിടെ ഒരു കുറിപ്പും, എന്റെ കവചത്തിനായി ഞാൻ വരുന്നു എന്ന്. ഞാൻ ആദ്യം ഞെട്ടി, ഗാലിയസ് ജീവനോടെയുണ്ടോ? പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നതായി തോന്നി. അങ്ങനെയാണ് എന്റെ മുന്നിൽ ഗ്ലാര വന്നത്. ഞങ്ങളുടെ ജോലിക്ക് അവൾ ഒരു തടസ്സമായിരുന്നു. ഒരു പ്രത്യേകതരം സൂട്ട് ഉപയോഗിക്കുന്ന അവൾക്ക് മതിലുകളിലൂടെ ഓടി ആക്രമിക്കുവാൻ കഴിയുമായിരുന്നു. കൂടാതെ മതിലിലൂടെ ഫേസ് ചെയ്തു പോകാനുള്ള നാനോ ടെക്നോളജി ഉള്ളതായിരുന്നു. അവൾ പല നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കവർച്ചകളും നടത്തിയിരുന്നത് ഇതിലൂടെയാണ്. ഗഗീര എന്ന പേരിൽ. നെക്സാകോർ വാൾതെറ എന്ന കമ്പനിയുടെ കണ്ടുപിടുത്തം. എന്നാൽ ഈ നെക്സാകോർ വാൾതെറയുടെ സ്ഥാപകനെ കണ്ടുപിടിക്കാൻ പോയാൽ അതും നടക്കില്ല. അങ്ങനെ അവൾ ശല്യമായി തുടങ്ങിയപ്പോൾ ഒലാഹിബിയുടെ ദിവസം മത്സരം വെക്കാമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ ജയിച്ചു. പിന്നെ കുറേ നാൾ ഗ്ലാരയുടെ ശല്യമുണ്ടായിരുന്നില്ല. പിന്നീട് അവൾ പിടിക്കപ്പെട്ടെന്നും ഫാൻഡം കീപ്പിലെ ജയിലിലാണെന്നും അറിഞ്ഞു. അതിനുശേഷം ഷാങ്ക്രീല എന്റെ കവചം തകർത്തു. ഇപ്പോൾ ഇതാ പിന്നീടും അത് തിരിച്ചെടുക്കാനുള്ള ആവശ്യം വന്നിരിക്കുന്നു. എപ്പോഴൊക്കെ അത് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് തിരികെ വന്നിട്ടുമുണ്ട്. എങ്ങനെയും തിരിച്ചെടുക്കണം. ബട്ട് ഓൺലി വൺ വാക്സ് ഔട്ട് എന്നു പറഞ്ഞാൽ? അപ്പോൾ റഹീം, അതിനൊരു വഴി കാണണം. ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ വാതിലുണ്ട്. അത് പതിയെ തുറന്ന് ഒരു നീണ്ടു കിടക്കുന്ന കാടിൻ പ്രദേശം. ഇരുവശത്ത് ആകാശം തൊടുന്ന ഉയരത്തിൽ ഇരുമ്പ് മതിലുകൾ, വൃക്ഷങ്ങളും ചെടികളും ചെറിയ നടപ്പാതയും, നല്ല പൊള്ളുന്ന വെയിൽ. എല്ലാ കോണിലും മരത്തിലും ക്യാമറയും പോരാത്തതിന് ഡ്രോൺസും. എന്താണിപ്പോ ഇവരുടെ ഗെയിം? എന്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. കുറെ ആളുകൾ വന്ന് ഞങ്ങൾ 40 പേരുടെയും ഒരു കാല് മുട്ടിൽ വെച്ച് മടക്കി ഒരു റെസ്ട്രെയിൻ ചെയിൻ ഇട്ട് ലോക്കാക്കി. ഞങ്ങളെല്ലാം ഒറ്റക്കാലിൽ നിർത്തി. അനൗൺസർ സംസാരിച്ചു. ലെറ്റ് ദ ഫസ്റ്റ് ഗെയിം ബിഗിൻ. എന്നിട്ട് റൂൾസ് എല്ലാം പറഞ്ഞു തന്നു. ബ്ലഡി ഹെൽ. കൊന്നിക്കളിയാണ് മത്സരം. 5 കിലോമീറ്റർ ദൂരമുണ്ട് എക്സിറ്റ് പോയിന്റിലേക്ക്. ഒറ്റക്കാലിൽ കൊന്നിയെത്തണം. 30 മിനിറ്റ് സമയം. ആദ്യ 6 മിനിറ്റിൽ 1 കിലോമീറ്റർ കടന്നിരിക്കണം. കടന്നില്ലെങ്കിൽ ഗാർഡ്സ് വെടിവെച്ചിടും. 12-ാം മിനിറ്റിൽ ഇരുമ്പ് മതിലിലെ വാതിലുകൾ തുറക്കും. അതിലൂടെ 20 സോംബി പട്ടികളെ കടത്തിവിടും. ഓടുന്ന വഴിക്ക് ചുവന്ന റിബണും പച്ച റിബണുമുള്ള മരങ്ങൾ കാണാം. ചുവന്ന റിബണുള്ള മരത്തിൽ കോടാലിയുണ്ടാകും. പച്ച റിബണുള്ള മരത്തിൽ റെസ്ട്രെയിൻ ചെയിൻ തുറക്കാനുള്ള താക്കോലും. അതിലൂടെ 2 കാലുകളും ഫ്രീ ആക്കി ഓടാം. കൗണ്ട് ഡൗൺ തുടങ്ങി. 1 മിനിറ്റിൽ നിന്നും താഴോട്ട്. റഹീം എന്നോട് ചോദിച്ചു, ക്ലാഡ്, നിന്റെ കൈ വേദനിക്കില്ലേ? ഞാൻ നോക്കാം എന്നു പറഞ്ഞു. എന്റെ അടുത്തായി ഒരു വയോധികൻ നിൽപ്പുണ്ട്. അയാളിലാണ് എന്റെ ആശങ്ക. ഞാൻ സാധാരണ മറ്റൊരാളുടെ കാര്യം ചിന്തിക്കുന്നതല്ല. ഞങ്ങൾ കണക്കുകൂട്ടി. 30 മിനിറ്റ്. 1 മിനിറ്റ് കളയാം. അപ്പോൾ 29 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് കവർ ചെയ്യാൻ 5 മിനിറ്റ് 48 സെക്കൻഡ് എടുക്കും. പക്ഷേ ആദ്യം 2 കിലോമീറ്ററിന്റെ വേഗത സോംബി പട്ടികൾ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഓഹ് നോ, ഐ എം വാക്കിംഗ് ഇൻ ടു എ ഡെത്ത് ട്രാപ്പ്. കൗണ്ട് ഡൗൺ 0-ലായി. ഞങ്ങൾ കൊന്നി തുടങ്ങി, സർവ്വശക്തിയും എടുത്ത്. കൊന്നി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കൈ ശരിയായിട്ടില്ല. എല്ലുകൾ പൊട്ടിയ ഭാഗം ആടുന്ന പോലെ ഒരു തോന്നലുണ്ടായി. എന്നാലും ഞാനും റഹീമും തന്നെ മുന്നിൽ. ഒരു 16 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി തൊട്ടുപുറകെ. ഇവൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ തിരിഞ്ഞ് ആ വയോധികനെ നോക്കിയാണ് ഓടുന്നത്. വലിയ കുഴപ്പമില്ല അയാൾക്ക്. എനിക്കെന്തോ ചാച്ചയെ ഓർമ്മ വന്നു. വീണ്ടും കരച്ചിൽ വന്നു. കണ്ണ് വെള്ളം കയറി മങ്ങി. ഞാൻ തുടച്ചു കളഞ്ഞ് വീണ്ടും കൊന്നി. 4 മിനിറ്റ് കഴിഞ്ഞു കാണും. അയാളെ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി. നല്ല ദൂരത്താണ് അയാളും മറ്റു ചിലരും. സമയം 5 മിനിറ്റിലേക്ക് എത്തി. ഞങ്ങൾ ആദ്യ 1 കിലോമീറ്ററിലെ ഫിനിഷിംഗ് ലൈനിൽ എത്താറായി. റഹീം സന്തോഷിച്ചെന്നെ വിളിച്ചു. പച്ച റിബൺ കെട്ടിയ മരം. എന്നെ സേവ് ആക്കാം എന്നവൻ പറഞ്ഞു. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഒരു നീണ്ട വെള്ളവര വരച്ചിട്ടുണ്ട്. റിബൺ കെട്ടിയ മരം വരയുടെ അപ്പുറത്താണ്. ആദ്യമെത്തിയ റഹീം തൂക്കിയിട്ടിരിക്കുന്ന കീ ചാടിയെടുത്തു. എന്റെ കയ്യിൽ തന്നു. തുറന്ന് ബാക്കി ഓടാൻ പറഞ്ഞു. എനിക്ക് മനസ്സ് വന്നില്ല. ആ പ്രായമായ വ്യക്തി അവശനായി വീണു. അടുത്താണേൽ ഒരു 16 വയസ്സുള്ള കുട്ടിയും. അവൾക്ക് ആരോഗ്യമുണ്ടെന്ന് തോന്നി. അവളെ അടുത്തത് രക്ഷിക്കാം. ഞാൻ താക്കോൽ അയാൾക്ക് നേരെ എറിഞ്ഞു. റഹീം ഒന്നും മിണ്ടിയില്ല. എന്നിൽ എന്തോ മാറ്റം കണ്ടപോലെ അവൻ നിന്നു. താക്കോൽ ആ വയോധികന്റെ കുറച്ചു മുന്നിലായി വന്നു വീണു. താക്കോൽ കണ്ടു മുന്നിലെ ചിലർ തിരികെ ഓടാൻ തുടങ്ങി. പക്ഷേ അയാൾ അതെടുത്ത് കാലുകൾ ഫ്രീ ആക്കി ആസിഡ് ഓണായി ആ കീ ദ്രവിച്ചുപോയി. എഴുന്നേൽക്കാൻ നോക്കിയ അയാൾ വീണ്ടും താഴെ വീണു. 30 സെക്കൻഡ് ബാക്കി. ഞങ്ങൾ കൊന്നി തുടങ്ങി. അയാൾ വീണ്ടും എഴുന്നേറ്റ് ശക്തിയായി ഓടി. വെള്ളവര കടക്കാൻ മുന്നിൽ ഒരു 200 മീറ്റർ കൂടി കാണും.
ഒരു ഹൃദയസ്തംഭനം വന്ന പോലെ അയാൾ പെട്ടെന്ന് തളർന്നു വന്നു നിന്നു. 6 മിനിറ്റ് കഴിഞ്ഞു. 3 പേർ കടന്നില്ല. ഡ്രോണുകൾ അവരെ വെടിവെച്ചിട്ടു, കൂടെ അയാളെയും. 2.5 കിലോമീറ്റർ എത്തിക്കാണും ഞങ്ങൾ. സമയം 12 മിനിറ്റായി. ഷട്ടറുകൾ തുറന്നു. ഭീകരമായ 20 സോംബി പട്ടികൾ ഞങ്ങൾക്ക് നേരെ ചീറിക്കൊണ്ട് ഓടിവരാൻ തുടങ്ങി.